ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്ന ടോപ്പിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 2, അതായത് ദേശീയോദ്യാനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ദേശീയോദ്യാനങ്ങളുണ്ട്, 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള PSC അടിസ്ഥാനത്തിൽ. അതിൽ ഇരവിക്കുളം ദേശീയോദ്യാനവും സൈലന്റ് വാലിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മതികെട്ടാൻ ചോലയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാതും ഏതാ ജില്ല? ഇടുക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മതികെട്ടാൻ ചോല എവിടെയാണ്? ഇടുക്കി ജില്ല വരുന്നത് ഇടുക്കിയാണ്. താലൂക്ക് ഉടുമ്പൻ ചോലയാണ് വരുന്നത്. വില്ലേജ് പൂപ്പാറ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പഠിക്കുമ്പോൾ ജില്ല അതേപോലെ തന്നെ താലൂക്കും വില്ലേജും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മതികെട്ടാൻ ചോലേൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ വിസ്തീർണം വരുന്നത് 12.817 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും വിസ്തീർണം എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, 12.817 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം വരുന്നത് മതികെട്ടാൻ ചോല കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണെന്ന് ചോദിച്ചാൽ നവംബർ 21, 2003. വർഷം അറിഞ്ഞിരിക്കുക 2003 കേട്ടോ. വർഷം, ഓരോന്നിൻ്റെ വർഷം എത്രയാണെന്നും കൂടി പഠിക്കണം. 2003 ആണ്. അപ്പം ജില്ല ഇടുക്കി, താലൂക്ക് ഉടുമ്പൻചോല, വില്ലേജ് പൂപ്പാറ, വിസ്തീർണം 12.817 ചതുരശ്ര കിലോമീറ്റർ. അതേപോലെ തന്നെ തീയതി വരുന്നത് നവംബർ 21, 2003. പിന്നെ 1897 തിരുവിതാംകൂർ സർക്കാർ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ആരാണ്? തിരുവിതാംകൂർ സർക്കാർ. ഏതാണ് ആ വർഷം? 1897. അപ്പോൾ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം നോട്ട് ചെയ്യുക കേട്ടോ. 1897 കേട്ടോ. ഓക്കെ, അപ്പോൾ മതികെട്ടാൻ ചോല മൂന്നാമത് നമ്മൾ ഓൾറെഡി എന്താണ് 2 പഠിച്ചു. അപ്പോൾ ഇത് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് 4ാമത് ആനമുടി ചോലയെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. സോറി, ജില്ല ഇടുക്കിയാണ് കേട്ടോ. അവിടെ ആനമുടി ചോല എന്ന് തെറ്റിയതാണ്. അപ്പോൾ ജില്ല വരുന്നത് എന്താണ്? ഇടുക്കിയാണ്. താലൂക്ക് ദേവിക്കുളമാണ് കേട്ടോ. താലൂക്കും എവിടെ തന്നെയാണ്? ദേവിക്കുളമാണ്. വില്ലേജ് മറയൂർ. വില്ലേജ് എവിടെയാണ് വരുന്നത്? മറയൂരാണ് വില്ലേജ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വർഷം വരുന്നത് 2003 ആണ് കേട്ടോ. വർഷം 2003. ഇനി വിസ്തീർണത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസ്തീർണം വരുന്നത് 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം വരുന്നത്. വിസ്തീർണം വരുന്നത് 7.5 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ ജില്ല നോട്ട് ചെയ്യുക, താലൂക്ക് നോട്ട് ചെയ്യുക, വില്ലേജ് നോട്ട് ചെയ്യുക, അതേപോലെ തന്നെ വർഷം നോട്ട് ചെയ്യുക. ആനമുടി ചോല ഇടുക്കി. നമുക്ക് ജില്ല പഠിക്കാൻ എളുപ്പമാണ്. സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാതും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനി ഇവിടെ കാണപ്പെടുന്നത് എന്താ? മന്നവൻ ചോല, ഇടിവരച്ചോല, അതുപോലെ തന്നെ പുല്ലരടി ചോല. ഇതൊക്കെ എവിടെയാ? ഇവിടെ ആനമുടി ചോലയിലുള്ളതാണ്. ഏതൊക്കെ? മന്നവൻ ചോല, ഇടിവരച്ചോല, അതേപോലെ തന്നെ പുല്ലരടി ചോല കേട്ടോ. അപ്പം അത് എവിടെയാണ്? ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് എഴുതണം? ആനമുടി ചോല എഴുതണം. ഓക്കെ, അപ്പം നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അപൂർവമായ ട്രീ ഫേൺ എന്ന സസ്യം ഇവിടെ വളരുന്നുണ്ട്. ട്രീ ഫേൺ ആണ് കേട്ടോ. ട്രീ ഫേൺ എന്ന സസ്യം ഇവിടെ വളരുന്നുണ്ട്. അപ്പോൾ ട്രീ ഫേൺ എവിടെയാണ് കാണണേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ട്രീ ഫേൺ സസ്യം എവിടെയാണ് കാണണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ആനമുടി ചോലയാണ് കേട്ടോ. ഉത്തരം വരുന്നത് ആനമുടി ചോലയാണ്. ട്രീ ഫേൺ എന്ന അപൂർവ സസ്യം. ഓക്കെ, ഇനി ഇത് എവിടേക്കായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നാർ വന്യജീവി സങ്കേതമായിട്ടും അതേപോലെ തന്നെ
പാമ്പാടും ചോലയായിട്ടും എന്തുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. അതിർത്തി പങ്കിടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം, അതേപോലെ തന്നെ പാമ്പാടും ചോല. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പാമ്പാടും ചോലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജില്ല അറിയാം ഓൾറെഡി. എവിടെയാണ്? ഇടുക്കിയാണ് ജില്ല വരുന്നത്. താലൂക്ക് വരുന്നത് ദേവിക്കുളമാണ് കേട്ടോ. താലൂക്ക് എവിടെയാണ് വരുന്നത്? ദേവിക്കുളമാണ് താലൂക്ക് വരുന്നത്. വർഷം വരുന്നത് 2003. വർഷം എത്രയാണ്? 2003 വർഷം വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, ഇയർ നോട്ട് ചെയ്യുക കേട്ടോ. ഇയർ 2003 വർഷം വരുന്നത്. ജില്ല ഇടുക്കി, താലൂക്ക് ദേവിക്കുളം. ഇനി നമുക്ക് പഠിച്ചിരിക്കേണ്ടത് വിസ്തീർണമാണ്. പാമ്പാടും ചോലയുടെ വിസ്തീർണം 11.753 11.753 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം വരുന്നത് കേട്ടോ. വിസ്തീർണം വരുന്നത് 11.753. ഓക്കെ, കാലാവസ്ഥയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയുടെ ഒപ്പം തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തണുത്ത നല്ല മൂടൽമഞ്ഞുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലേ. അതേപോലെ തന്നെ അന്തരീക്ഷവും വളരെ തെളിഞ്ഞത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ ആണ് സുഖകരമായ കാലാവസ്ഥ. അതിനാൽ തന്നെ ഇപ്പോൾ വിനോദസഞ്ചാരത്തിനൊക്കെ അനുയോജ്യമായ ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ടിട്ട് സെപ്റ്റംബർ വരെയാണ്. ഇനി നമ്മൾ ഇത്രയും ഭാഗം പഠിച്ചു. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇരവിക്കുളം ദേശീയോദ്യാനമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനമായിട്ട് വരുന്നത് കേട്ടോ. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്നാണ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയോടൊപ്പം പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഓക്കെ, ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോല. അപ്പോൾ വലുതും ചെറുതും പഠിച്ചേക്കുക. 6 പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിലും PSCയുടെ അടിസ്ഥാനത്തിൽ 5 നമുക്കുള്ളത്. പെരിയാർ നമുക്കില്ല. അപ്പോൾ 5 പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ് പാർട്ട് 1 2 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേശീയോദ്യാനം എന്നുള്ള ടോപ്പിക്ക് ഇവിടെ നിർത്താണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ വന്യജീവി സങ്കേതങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.